ഹായ് എവരി വൺ. ടി ഫാമിലി അതായത് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, എല്ലാവരും ഞങ്ങളെ നോക്കി കളിയാക്കുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. അത് ഞാൻ ആദ്യം പ്ലേ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ടി ഫാമിലിയുടെ എന്താണ് പ്രശ്നം, എന്തിനാണ് കളിയാക്കുന്നത്, അതൊക്കെ ഞാൻ ക്ലിയറായി കൃത്യമായി പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കേട്ടു നോക്കാം. ഇപ്പൊ നമ്മൾ എന്ത് ജോലി എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു നിലയും വിലയുണ്ട്. ബ്ലോഗ് എടുത്ത് പോകുമ്പോൾ എന്തായാലും ക്യാമറ എടുക്കേണ്ടി വരും ചില കാര്യങ്ങളിൽ. ഇപ്പം റേഷൻ പീടികയിലൊന്നും എടുക്കുന്നതിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഷെമി ആ സമയത്ത് പറഞ്ഞ് വീഡിയോ എടുക്കണ്ട, കാരണം ഓളെ പറഞ്ഞിട്ട് കാര്യമല്ല, ഒരു ഷെയ്മേഡ് പോലെ അവൾക്ക് തോന്നി. ആൾക്കാരുടെ കൂടി ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ചിലപ്പം എനിക്കും തോന്നും, ഷെമിക്കൊക്കെ തോന്നും. പക്ഷെ ഇതാണ് ഇതിന്റെ റിസ്ക്. അപ്പൊ നമുക്ക് ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള റിസ്കുകൾ ഉണ്ടാവും. ഷെമി ഇങ്ങനെ പോകുമ്പോൾ ക്യാമറ ആയിട്ട് പോകുമ്പോൾ പൊന്നുമക്കളെ, ഒരു കാര്യം പറയുകയാണ്. ഇവരൊരു മുസ്ലിം മതമായതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ കാര്യം പറയുകയാണ്. മുഹമ്മദ് നബി, അതായത് മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് നബി. ആ നബി ആദ്യം വിവാഹം ചെയ്തത് ഖദീജ ബീവി എന്ന് പറയുന്ന 40 വയസ്സായ ഒരു സ്ത്രീയെയാണ്. ഓക്കെ, അപ്പോൾ മുഹമ്മദ് നബിക്ക് വയസ്സ് 23, ഖദീജ ബീവിക്ക് 40 വയസ്സുമാണ്. അവിടെ ഡിഫറൻറ്റ് 17 വയസ്സിന് ഖദീജ ബീവി വലുതാണ്. ആ സമയത്ത് ഈ മുഹമ്മദ് നബിക്ക് അവിടുത്തെ നാട്ടുകാരെല്ലാവരും പുച്ഛിച്ചു, എന്തിനാണ് ഇത്രയും വലിയൊരു കിളവിയെ നിങ്ങൾ വിവാഹം ചെയ്തത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു കഥയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മുസ്ലിമീങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന വലിയൊരു മതനായകൻ അങ്ങനെ ചെയ്തിട്ടും ഇവന് ഇങ്ങനെ ചെയ്താൽ എന്ത് പ്രശ്നമാണുള്ളത്? ഇവർ എപ്പോൾ വിവാഹം കഴിച്ചു അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നമാണ് ടി ഫാമിലിയുടെ പ്രശ്നം. കളിയാക്കുന്നു, എന്തൊക്കെ നെഗറ്റീവ് കമൻറ്റുകളാണ് ഇവരുടെ ഇടയിൽ വരുന്നത്. നീ എന്തിനാണ് ആ കിളവിയെ കെട്ടിയത്, അങ്ങനെയൊക്കെയാണ് കുറേ പേര് കമൻ്റ് ഇട്ട് പറയുന്നത്. എന്തിനാണ്? നിങ്ങൾക്കതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇപ്പോൾ ഈ പയ്യൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അതിനെ കളിയാക്കുന്നു എന്നാണ് പയ്യൻ പറയുന്നത്. ഒരു കാര്യം പറയുകയാണ്, അവരുടെ തൊഴിലാണ്. ഓക്കെ, അതായത് നിങ്ങളെല്ലാവരും പറയുന്നൊരു ചെല്ലുണ്ട്, ഇങ്ങനെ വീഡിയോ ഇടുന്നവർക്ക് ഒരു പണിയുമില്ല, ഇതിനും നല്ല പണിയുണ്ട്. ഞാൻ പേഴ്സണലി ഇതൊരു പാർട്ട് ടൈമാണ്, എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ ഒരു 10 മിനിറ്റ് ഇരിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഇതന്നെ ചെയ്യുന്ന ഈ കൈസ്, പിന്നെ സീക്രട്ട് ഏജന്റ്, അവർക്കൊക്കെ ഈ പണി മാത്രമാണുള്ളത്. അവരൊക്കെ നിങ്ങൾ വിചാരിക്കും ചുമ്മാ ഒരു സ്ക്രീനിന്റെ മുമ്പിൽ ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അതിന് നല്ലൊരു കഴിവ് വേണം. ഓക്കെ, അത് നിങ്ങൾ ഇന്ന് തന്നെ ഒരു ഫോണിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിന്റെ റിസ്ക്. നല്ല പണിയുണ്ട്, എഡിറ്റ് ആക്കാനും നല്ല ഇഷ്ടം പോലെ ടെൻഷനും ഈ നിലയ്ക്ക് എത്താൻ. ഇപ്പം ഞാൻ 16K സബ്സ്ക്രൈബ് എനിക്ക് ഓൾറെഡി ആയി. പക്ഷേ ഇവിടം വരെ എത്താൻ എത്ര മാത്രം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യയിൽ പണിയെടുത്ത് ചാവുന്നതിനിടെ കണ്ടന്റ് ഇട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. അപ്പം ഞാൻ പറയുകയാണ്, എല്ലാ പണിക്കും, കൂലിപ്പണി അടങ്ങുന്ന എല്ലാ പണിക്കും അതിൻ്റെതായ കഷ്ടമുണ്ട്. എന്തിനാണ് നിങ്ങൾ ടി ഫാമിലിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓക്കെ, ഇവർക്കിടയിൽ വന്ന ചില കമന്റുകൾ ഇവർ വായിക്കുന്നുണ്ട്, നമുക്കതൊന്ന് കേട്ട് നോക്കാം. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഷെഫിയെ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന്? തോന്നിക്കണേ, തോണ്ടുണ്ട് കാലോണ്ട് പറയണ്ടാന്ന്. ആ നാല് കാണൂല. ഷെമിത്താന്റെ ഏജ്, ഷെമിന്റെ ഏജ് പറയും. അടുത്ത പ്രഗ്നൻസി പ്ലാൻ ഉണ്ടോ? ഒരിക്കലും നെഗറ്റീവ് എടുക്കാത്തിട്ടോ ഷെഫി, ഒരുപാട് ഇഷ്ടം. ഷെമിക്ക് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുമോ? എന്റെ വീട് പടനിലം. അടുത്ത ജന്മത്തിൽ ഷെമിത്താനെ ഭാര്യയായി സ്വീകരിക്കുമോ? ആരെങ്കിലും ഓക്ക് പറയാലോ. പൊന്നുമക്കളെ നോക്കൂ, എന്തൊക്കെ ചോദ്യങ്ങളാണ്. അവരുടെ പേഴ്സണൽ ലൈഫ് അല്ലേ, അതായത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ എന്തൊരു തുര, എന്തൊരു ആഗ്രഹം. ഒരു കാര്യം പറയുകയാണ്, എന്തിനാണ് ഇവരുടെ ഏജ്, എന്തിനാണ് അടുത്ത കുഞ്ഞിന് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യം എന്താണ്? അവർ ജീവിച്ച് പോട്ടെ. അതായത് ഈ പയ്യനുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ഏറ്റുവാങ്ങിയ പയ്യനാണ്. അതായത് ഈ ചേച്ചിയെ എന്ന് വിവാഹം ചെയ്തു അന്ന് തുടങ്ങിയതാണ് ഇവൻ്റെ പൊങ്കാൽ. അതായത് കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ കുറച്ച് ഫാൻസൊക്കെ ആയിട്ട് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെ കമൻ്റാണ്, ആൾക്കാർ പുച്ഛിക്കുന്നു എന്നാണ് പയ്യൻ പറയുന്നത്. വെള്ളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ എന്നാണ് പയ്യൻ പറയുന്നത്. എന്ത് തെറ്റാണ് ചെയ്തത്? ഇത്തിരി പ്രായം കൂടിയവരെ വിവാഹം കഴിക്കുന്നത് തെറ്റെന്നാണോ നിങ്ങൾ കണക്കാക്കുന്നത്? ഒരു കാര്യം പറയുകയാണ്, ഇവർക്കെതിരെ വരുന്ന നെഗറ്റീവ് കമൻറ്റ്, ഞാനിവിടെ മതം പറയുന്നതല്ല, ആര് തെറ്റ് ചെയ്താലും ഞാൻ പറയും, ഞാൻ ഉള്ളത് പറയുന്നതാണ്. ഓക്കെ, 80% വരുന്ന കമൻറ്റ് മുസ്ലിം ഐഡികളിൽ നിന്നാണ്. ഓക്കെ,
അതായത് നാണമില്ല ഇവളെ കെട്ടാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ മതനായകനായ മുഹമ്മദ് നബിയുടെ കൾച്ചറല്ലേ ഇത്? ഇതിനെന്തിനാണ് നിങ്ങൾ കളിയാക്കുന്നത്? അപ്പോൾ നിങ്ങൾ എന്ത് റെസ്പെക്റ്റാണ് മുഹമ്മദ് നബിക്ക് കൊടുക്കുന്നത്? ഒരു കാര്യം ഞാൻ അന്തം വിട്ടുപോയി. അതായത് മുഹമ്മദ് നബിൻ്റെ ചരിത്രവും ഇവരുടെ ചരിത്രവും ഈ കാര്യത്തിലൊക്കെ വ്ളോഗ് ഇടുന്നത് ഇസ്ലാം മതപ്രകാരം ഒരുപക്ഷെ തെറ്റായിരിക്കും. നമ്മൾ ആ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏജ് കൂടിയവളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് തെറ്റല്ലേ? വളരെ വളരെ തെറ്റെന്നാണ് ഞാൻ പറയുന്നത്. പൊന്നുമക്കളെ ഏറ്റവും അവസാനമായി പയ്യൻ പറയുന്നത് ഷെഫി, അതായത് പയ്യൻ്റെ വൈഫ് നിലവിൽ വീഡിയോ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നാണ്. ഇഷ്ടം പോലെ നെഗറ്റീവ് കമൻറ്റും എല്ലാവരും കളിയാക്കൽ ഒക്കെ, അതായത് ഇഷ്ടം പോലെ ഒരു മനുഷ്യർക്ക് എത്ര അധികം കളിയാക്കൽ എന്താവും? അതായത് താങ്ങാനാവാതെ അവസാനം പറയാണത്രേ ഇനി ഞങ്ങൾ വീഡിയോ ചെയ്യുന്നില്ല. അവിടേക്കും ഈ കമൻറ്റുകൾ എത്തിയോ? അപ്പോൾ ഞാൻ പറയുന്നത് TT ഫാമിലിയോട് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. പറയുന്നവർ എന്തും പറഞ്ഞോട്ടെ, നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.